കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടത് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ. DFO G ധനിക്ലാലിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. കടുവയുടെ കാൽപാദങ്ങളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് RRT അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്നാണ് DFO G ധനിക്ലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തിയത്. പാറയ്ക്ക് മുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ 2 കാൽപാദങ്ങൾ വ്യക്തമായി കാണാം. തൊട്ടുതാഴെയായി ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി. അതിനു താഴെയാണ് വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് ഈ ഭാഗത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കേരള എസ്റ്റേറ്റ് ഭാഗത്ത് ഇന്ന് കടുവയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ നേതൃത്വത്തിൽ RRTയും സ്റ്റാഫും ചേർന്ന് പരിശോധിക്കേണ്ടായി. പരിശോധനാ സമയത്ത് കടുവയുടെ സാന്നിധ്യം അവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കടുവയുടെ കാൽപാദം, കടുവയുടെ കാഷ്ടം, കൂടാതെ കടുവ കൊലപ്പെടുത്തിയ ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ള പന്നിയുടെ ജഡാവശിഷ്ടം എന്നിവ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ RRT നിരന്തരമായി ആ ഏരിയയിൽ പെട്രോളിംഗ് നടത്തുന്നതാണ്. കൂടാതെ NDCA ചട്ടപ്രകാരമുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു. NDCA ചട്ടപ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.